സംസ്ഥാന പാതയിൽ മറ്റു വാഹനങ്ങൾക്കും കാൽനട യാത്രക്കാർക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ് മണൽ ലോറികൾ. പല ലോറികൾക്കും നമ്പർ പ്ലേറ്റ് പോലും ഇല്ലെന്നതിന് പുറമെ മറ്റു രേഖകളും കൃത്യമായി ഇല്ലെന്നാണ് ആക്ഷേപം. ഇതര സംസ്ഥാനക്കാരായ ഡ്രൈവർമാരാണ് അശ്രദ്ധമായി ഈ വാഹനങ്ങൾ ഓടിക്കുന്നത്. തിരക്കുള്ള സംസ്ഥാന പാതയിൽ ഇവ ഗതാഗത കുരുക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു വാഹനങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്യുന്നതായി പരാതികൾ പറയുന്നുണ്ട്. ദേശീയപാത നിർമ്മാണത്തിനെ തുടർന്ന് പുതുവൈപ്പിൽ നിന്നും മണൽ കൊണ്ടുപോകുന്നതാണ് എങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള ലോഡുകളും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാലപ്പഴക്കമുള്ള ലോറികളാണ് സർവീസിനായി അധികവും ഉപയോഗിക്കുന്നത്. തുരുമ്പ് കയറിയവയും ബോഡി ഭാഗങ്ങൾ ദ്രവിച്ചവയുമെല്ലാം കൂട്ടത്തിലുണ്ട്. പല വാഹനങ്ങളുടെയും നമ്പർ പ്ലേറ്റ് വ്യക്തമല്ല. പല വാഹനങ്ങൾക്കും ഇൻഷുറൻസും രജിസ്ട്രേഷനും ഇല്ല എന്നാണ് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ വ്യക്തമായത്. ചില ലോറികൾ നമ്പർ പ്ലേറ്റ് തന്നെ ഇല്ലാതെയാണ് സർവീസ് നടത്തുന്നത്. വാഹന പരിശോധനയ്ക്കായി സംസ്ഥാന പാതയിൽ രംഗത്തുള്ള പോലീസും നിസ്സാര കാര്യങ്ങൾക്ക് വാഹന യാത്രക്കാരുടെ ചിത്രം പകർത്തി വൻ തുക പിഴ ഈടാക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും മണൽ ലോറികൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസവും പോലീസ് വാഹനത്തിന് മുന്നിലൂടെ നമ്പർ പ്ലേറ്റ് ഇല്ലാതെ മണൽ ലോറി ഏറെ ദൂരെ സഞ്ചരിച്ചിട്ടും പോലീസ് ഉദ്യോഗസ്ഥർ കണ്ട ഭാവം നടിച്ചില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്.